വീണ്ടും പ്രയാഗ് തന്നെ ഒരു നിരീശ്വരവാദിയുമായി ഇത് കാണാം. പരിചയപ്പെടുത്താം. പേരെന്തായിരുന്നു? നമസ്കാരം, സുരേഷ് കുമാർ എന്നാണ് പേര്. നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം. ഇവിടെ 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 വരാനുണ്ടായ കാരണം എന്താണ്? വരാനുണ്ടായ കാരണം നമ്മൾ സയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് മിസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അനുഭവപരമായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ അത് മേ ബി വിസ്ഡം, ഈ ഗ്രേ ഹെയർ വരുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കാം. ചില യാഥാർത്ഥ്യങ്ങൾ, നമ്മളിപ്പോൾ സൂര്യൻ മുകളിൽ നിൽക്കുന്നു പക്ഷേ കണ്ണടച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് സൂര്യൻ കണ്ണടച്ച ആളിന് വരാതിരിക്കുന്നില്ല, അവിടെ തന്നെ ഉണ്ട്, പക്ഷേ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് നടക്കുന്നത് പോലെ പ്രകൃതിയിലെ പല സത്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട, അതായത് സോ കോൾഡ് ഇന്നത്തെ ശാസ്ത്രം ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അത്രത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെയുള്ള നമ്മളെ വീര്യന്മാർ, ഋഷി വീരർ അവരുടെ ധ്യാന അവസ്ഥയിലൂടെ പല കാര്യങ്ങളും ഗ്രഹിച്ച് അതിനനുസരിച്ച് ഓരോരോ സമയങ്ങളും അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അവർ നമ്മളോട് പറഞ്ഞു തന്നിരുന്നു. അത് ട്രഡീഷൻസ് എത്രയോ തലമുറകളായിട്ട് നമുക്കെല്ലാം അത് കൊണ്ട് നടക്കാൻ പറ്റിയിരുന്നു. പക്ഷേ പെട്ടെന്ന് കുറച്ച് ദിവസം കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ ഒരു 1-2 തലമുറകൾ മാറി നമ്മുടെ വിദ്യാഭ്യാസ രീതിയും നമ്മളെ തനതായ സാംസ്കാരിക അടിത്തറയെ ആകെ ഒന്ന് കുലുക്കിയപ്പോഴേക്കും പിന്നെ നമുക്ക് വിട്ടുപോയി ആ സ്ഥലം. അങ്ങനെയുള്ള അറിവ് അനുഭവത്തിലൊക്കെ വന്നപ്പോൾ കുംഭമേള അറിവിലേക്ക് വന്നല്ലോ. ഈ അറിവിലേക്ക് വരാനുണ്ടായ വഴിത്തിരിവ് അതെന്താണ്? വഴിത്തിരിവ് ഒരു 15 വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് എവിടേക്കോ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ചല്ല ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ പോകുന്നതെന്നുള്ള ഒരു മനസ്സിലാക്കലുണ്ടായി. ഈ ആക്സിഡൻറ്റ് വരുന്നതിൻ്റെ മുന്നേ എന്തായാലും ജോലി അങ്ങനെ? ഞാൻ എയർഫോഴ്സിലായിരുന്നു. 2002 കയറിയിട്ട് 2018 വരെ ഞാൻ സെർവ് ചെയ്തു. ബിലോ ഓഫീസർ റാങ്ക് എയർമാനായിട്ടായിരുന്നു സെർവ് ചെയ്തിരുന്നത്. സർവീസിലിരിക്കുന്ന സമയത്താണ് ആക്സിഡൻ്റ് ആവുന്നത്. ആ സമയത്തൊക്കെ നമ്മളെ ജോബ് റിലേറ്റഡ് നല്ലൊരു കാല് ഡ്രൈ ആണ് ഇപ്പോൾ. പിന്നെ ഇത് ബസ് കയറി ഇറങ്ങിയതാണ്. അത് കാണുമ്പോൾ ചിലപ്പോൾ ഓടായിട്ട് തോന്നും. ഒരു ബസ്സിൻ്റെ ബാക്ക് വീല് കയറി ഇറങ്ങിയായിരുന്നു ഞാൻ. ബൈക്കിൽ പോകുമ്പോൾ ഹൈവേയിൽ വീഴുകയും എതിരെ വരുന്ന ബസ്സിൻ്റെ താഴോട്ട് പോവുകയും, അത് ശരിക്കും നമ്മളെ മനസ്സിലാക്കലുകളിൽ എവിടെയൊക്കെയോ തെറ്റ് പറ്റുന്നുണ്ടെന്നുള്ളൊരു അവസ്ഥ, ഒരു അറിവുണ്ടായിരുന്നെങ്കിലും അത് എന്താണെന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ സർവീസിൽ ഇരിക്കുന്നിടത്തോളം പിന്നെ മെഡിക്കൽ ഫെസിലിറ്റിക്കൊന്നും ഒരു കുറവൊന്നുമില്ല. സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു നിമിത്തം ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ട് ഒരു മെഡിറ്റേഷൻ്റെയൊക്കെ വകയിൽ ഈഷ യോഗ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്തു. പിന്നെ അവർ ചെയ്യുന്ന രീതികളൊക്കെ അവരുടെ ആശ്രമത്തിൽ പോയി ഒരു 2-3 വർഷം പോയി നിന്ന് കണ്ട് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പലതിൻ്റെയും മാറി. കാരണം പലപ്പോഴും ഇപ്പോൾ പൂവ് വേണമെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് പൂവ് എടുത്തുകൊണ്ട് വരാതെ, പൂവ് വേണമെങ്കിൽ നമ്മൾ ചെളിയും മണ്ണും കാലാവസ്ഥയും ചാണകവും അതിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. അല്ലാതെ പൂവിന് പൂ പറയുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലെ പൂവ് കൊണ്ടുവരികയോ അല്ല ചെയ്യേണ്ടത്. അതിനുള്ള ബാക്ക് സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ജോലി ചെയ്യേണ്ടത്. ജീവിതം മാറ്റിമറിച്ചത് ഈഷ യോഗ സെന്റർ. അതെ അല്ലേ. അതിനുശേഷം റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുമ്പോഴേ കേട്ടോ. കാരണം പ്രോഗ്രാം ചെയ്തതിന് ശേഷവും പെർസെപ്ഷനൊക്കെ നമ്മൾ അവിടെ തന്നെയല്ലോ. നമുക്ക് ഈ ഗ്രഹിക്കാൻ പറ്റുന്ന ചില അവസ്ഥകളിലോട്ട് നമ്മൾ എത്തുമ്പോഴല്ലേ നമ്മളെ എക്സ്പീരിയൻസ് മാറുന്നുള്ളൂ, അനുഭവങ്ങൾ മാറുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഒരു പ്രോഗ്രാം നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയി. പിന്നെ ഇപ്പോഴും ഇത് നന്നായിട്ട് അറിയാനുള്ള പല കാര്യങ്ങളും ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാർ, പുതിയ അവസ്ഥകൾ അവിടെയൊക്കെ പോയിട്ട് പലതും ഇപ്പോഴും ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അതിലെല്ലാം സന്തോഷമുണ്ട്. അതെ, ഈ കാലിന് വയ്യാത്ത അവസ്ഥയിലും പ്രയാഗിൽ ഈ തിരക്കിൽ 2 ദിവസം മുന്നേ ഇവിടെ തിരക്കിൽ ആളുകളൊക്കെ മരിച്ചിരുന്നു, അറിയാം. ആ അവസ്ഥയിൽ ഇവിടെ തിരക്കിൽ വന്ന് പ്രയാഗിൽ മുങ്ങിയിട്ടുള്ള ആളാണിത്. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. പക്ഷേ ഈ രീതി അങ്ങനെയാണ്. അതെ. ആത്മീയത എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിപരമായിട്ട് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, യുക്തിപരമായിട്ട് ഒരു വീട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ട് വളരെ നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല സൗഹൃദമൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. ഇതിലോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മളെ അനുഭവത്തിലോട്ട് വരാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് നല്ല വിശദീകരണം വേണോ, ഇതെന്താണ് ഏതാണെന്നൊക്കെ.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുമ്പൊക്കെ സ്വാമി സന്യാസിമാരൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. പക്ഷേ ഇന്നൊക്കെ അവർ വളരെ ക്രൂരന്മാരാണെന്നും അവരെ പിന്നെ വിശ്വസിക്കാൻ പറ്റാതെ, ശരി 1-2 പേര് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഒരേപോലെ മുദ്ര കുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ അമേരിക്കക്കാരൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും, ഓ അതിൻ്റെ ഇന്ത്യയിലല്ലേ അവിടെ റേപ്പ് കിടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കൊലപാതകമോ മറ്റോ നടക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇതിനേക്കാളും ഹീനമായിട്ടുള്ള രീതിയിൽ വളരെ തുച്ഛമായ പോപ്പുലേഷനുള്ള ആ രാജ്യങ്ങൾ നടത്തുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ട്, അതിൽ പെർസെൻറ്റേജ് ശരി ക്രൂരത തന്നെയാണ്. പക്ഷേ അതിൽ ഇത്രത്തോളം നല്ല ആൾക്കാരും ഉണ്ട്. അതിനെ കാണാതെ വെറും ഇത്രയും വണ്ടികളിൽ വെറും ഒരു വണ്ടിയിൽ കളർ ഒരല്പം പോരാ, അപ്പോൾ ആ പോരാത്ത കളറുള്ള വണ്ടിയെ മാത്രം ഹൈലൈറ്റ് ചെയ്യാതെ ആ നല്ല അവസ്ഥകളെയും ആൾക്കാരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇവിടെ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ആരെങ്കിലും ദിവ്യന്മാരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലേക്ക് കിടക്കുന്നേ ഉള്ളൂ? ഇപ്പോൾ എല്ലാം ദിവ്യന്മാർ റോഡിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സാധകനാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പലതും പഠിക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ. ഏതായാലും നിരീശ്വരവാദത്തിൽ നിന്ന് ഈശ്വരവാദത്തിലെത്തി 6 വർഷം തുടങ്ങിയതേ ഉള്ളൂ ഈ യാത്ര. ഇപ്പോഴും വളരെയധികം അനുഭവിച്ചറിയുന്നുണ്ട്. ഇന്നും പല കാര്യങ്ങളും ഉൾക്കൊണ്ട് പ്രാർത്ഥനകൾ വഴി പലതും ഈശ്വരനുണ്ട് എന്നുള്ളത് വ്യക്തമായി. അയ്യോ അതൊരു വലിയ യാഥാർത്ഥ്യമായി. അത് ആവാനൊന്നുമില്ല, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു അമ്മ എപ്പോഴും ഐ ലവ് യു മോനെ, ഐ ലവ് യു എൻ്റെ കുഞ്ഞെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. അമ്മ ഉണ്ടോ, അമ്മയെ കണ്ടാൽ മതി, ഓടിപ്പോയി അമ്മയുടെ അടുത്ത് പോയിരിക്കാം. എന്തെങ്കിലും കഴിക്കണോ, എന്ത് വേണോ അമ്മ തരും. ആ ഒരു ധൈര്യം അമ്മ കണ്ടാൽ മതി. അതെ. പിന്നെ ഒരു കാര്യം പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, പാർട്ടി പ്രവർത്തനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അന്ന് അതായിരുന്നു നമ്മളെ യാഥാർത്ഥ്യം. അന്ന് നമുക്ക് അത് മാത്രമേ അറിയായിരുന്നുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ നമ്മളെ യുക്തി ഓടിച്ചിരുന്നുള്ളൂ. ധാർമ്മികമായിട്ടുള്ള എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യും, ഏത് പാർട്ടിയാണെങ്കിലും. അന്ന് അധാർമികതയെ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം അന്ന് നമുക്ക് ആ രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ പറ്റിയിരുന്നുള്ളൂ. നമുക്ക് ആ യുക്തിക്ക് അതീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ യുക്തിയെ മാറ്റി വെക്കുന്ന അവസ്ഥകൾ ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തെ മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമുക്ക് ഇല്ലാതായി പോണത് അത് തന്നെയാണ്. ആ ഒരു ഹൈറാർക്കി ഇല്ലാതെയായി. മുത്തച്ഛൻ, അമ്മൂമ്മ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടെയുള്ള സംവാദങ്ങൾ, ഈ വർത്തമാനങ്ങളിൽ കൂടി നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ നമ്മൾ ഗൂഗിളിൽ എന്ത് വേണമെങ്കിലും അടിച്ചു നോക്കണം, ഗൂഗിൾ പറഞ്ഞു തരണതാണ് നമ്മൾ അറിവ്. അല്ലാതെ പിന്നെ അമ്മ എനിക്കൊരു വിഷമം, എനിക്കൊരു സ്പീച്ച് നടത്തണം, എന്ത് ചെയ്യണം? ഗൂഗിളിൽ കുറേ സ്പീച്ചിൻ്റെ വീഡിയോസ് നോക്കിയിട്ട് നമ്മൾ യൂട്യൂബിൽ സ്പീച്ചിന് പോകണം. ഇപ്പം വർത്തമാനം പറയാൻ വേണ്ടി നമുക്ക് മറ്റ് പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് അറിയാനുണ്ട്. അതെ, ന്യൂനത ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത് ഉപയോഗിക്കാമെങ്കിലും പണ്ടത്തേതും ശ്രേഷ്ഠമാണ്. അതെ, പണ്ടത്തെ മുത്തച്ഛൻ, മുത്തശ്ശി, അതുപോലെ അച്ഛൻ, അമ്മ, ഗുരുകാരണന്മാരുടെ ഉപദേശങ്ങൾ അല്ലേ, അതിശ്രേഷ്ഠമാണ്. സംവാദങ്ങൾ ഇല്ലാതായത് ഇന്നത്തെ ചെറുതലമുറയുടെ വളരെ വലിയ നഷ്ടമാണ്. അത് കാരണമുള്ള കഷ്ടതകൾ ഇനി വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും പല കുട്ടികളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള സിസ്റ്റം, അതായത് വീഡിയോ കോൾ ചെയ്യാനും ഇതേപോലെ പറയാനും അവതരിപ്പിക്കാനുള്ള സിസ്റ്റം ഉള്ളത് കൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു സത്യമാണെങ്കിലും അന്നത്തെ കാലത്തുള്ള ഈ ഗുരു പരമ്പര, ഗുരു കാരണവന്മാർ, അച്ഛനമ്മ എന്ന ഒരു ബഹുമാനത്തോട് കണ്ടിരുന്നത് അവരിൽ ആ സത്യം ഉണ്ടായിരുന്നു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ജീവിതം നമുക്ക് എപ്പോഴും ഉപകരണങ്ങളായിട്ട് നടക്കാൻ പറ്റില്ല. ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പേരൻസ്, മുതിർന്നവർ, ടീച്ചേഴ്സ്, ഗുരുക്കന്മാർ, അവർ ചിലപ്പോൾ നമ്മളെ ബന്ധമൊന്നും ആയിരിക്കില്ല, പക്ഷെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ അറിയാമെന്നുള്ള നല്ല മുതിർന്ന വ്യക്തികൾക്ക് സ്കൂളിലും മറ്റേ നാട്ടുകളിലൊക്കെ ഉള്ള വ്യക്തികളുണ്ടാവും. പക്ഷെ അവരുമായിട്ടുള്ള സംസർഗം നമുക്ക് ഇല്ലാതായി പോകുന്നത് മിസ്ഗൈഡഡ് മിസൈലായി പോയി എവിടെയോ പോയി ഇടിച്ച് പൊട്ടി ഉള്ള കഷ്ടതകളിൽ പോകും. കാരണം യങ്സ്റ്റേഴ്സൊക്കെ ഇഷ്ടംപോലെ ലൈഫ് തീർത്ത് കളയുന്നുണ്ട്, സ്വയവും കൂടെയുള്ളവരുടെയും. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അവളൊന്നും പറഞ്ഞില്ലേ, ഉടനെ തന്നെ അങ്ങ് തീരുമാനിച്ചു ഇതിൽ ജീവിക്കാനുള്ള അർഹതയില്ല. അപ്പം എന്നാ പിന്നെ വീഡിയോ അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി. ജയ് ശ്രീറാം. മഹേഷ് അവൻ, വയനാട്.